നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ ട്രാൻസ്ഫർ ജാലകം ഇന്നലെ ഓപ്പണായി. ല ലീഗയിൽ ഇന്നും ഓപ്പണായി. ഏതായാലും ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലൊക്കെ ട്രാൻസ്ഫർ ജാലകം ഓപ്പണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നടത്താറുള്ള പോലെ ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. എല്ലാ തവണയും നടത്താറുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂഷനായിട്ട് അത് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ ഇല്ലല്ലോ. അപ്പോൾ റൗണ്ടപ്പ് നമ്മളവിടെ നിർത്തിയിട്ട് മറ്റു വാർത്തകളിലേക്ക് പോകും. ജനുവരിയിൽ നമ്മൾ റൗണ്ടപ്പ് പറയും. ഇനി ജൂൺ ജൂലൈ ആ സമയത്തെ വീണ്ടും റൗണ്ടപ്പ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്നതാണ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആരംഭിക്കുകയാണ് ഈ ജനുവരി വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയുടെ ട്രാൻസ്ഫർ റൗണ്ടപ്പ്. ഒരുപാട് താരങ്ങളുടെ പേരുകൾ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സെമന്യോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട പല താരങ്ങളുടെയും ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും ഉയരുന്നുണ്ട്. അതെന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ഏറ്റവും പ്രധാനപ്പെട്ടത് സലായുടെ കാര്യം തന്നെയാണ്. ഇപ്പോൾ ആഫ്കോണിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മടങ്ങി വന്നു കഴിഞ്ഞാൽ ലിവർപൂളിൽ അദ്ദേഹം തുടരുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ ജിയോവാനി ലോ ചെൽസോയുടെ കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ഇന്റർ മയാമിയിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്ന്. പക്ഷേ അത് നടക്കില്ല എന്നുള്ളതാണ് പിന്നീട് അവിടെ നിന്നുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ പല താരങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായേക്കാം. എന്നാൽ റയൽ മാഡ്രിഡ് പുതുതായിട്ട് താരങ്ങളെയൊന്നും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ജാവോ കൻസേലോ അദ്ദേഹം അൽ ഹിലാൽ വിടുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഉറപ്പാണ്, അദ്ദേഹം വിടും. പക്ഷേ യൂറോപ്പിൽ ഏത് ക്ലബ്ബിലേക്ക്? ഇന്റർ മിലാൻ അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട്. അതുപോലെ തന്നെ FC ബാഴ്സലോണ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബുകളൊക്കെ അദ്ദേഹത്തിൽ വീണ്ടും താല്പര്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റൂമറുകളുണ്ട്. അതേസമയം നിലവിൽ കുറേ ഡീലുകൾ മുന്നോട്ട് പോയിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസുകളിലൂടെ ഒന്ന് പോകുന്നു. ഇപ്പോൾ ഡാനിയൽ പ്രെറ്റ്സ് അദ്ദേഹം മെഡിക്കലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സതാംപ്ടണിലേക്ക് എത്തുന്നു. ഈ ഡീല് 8.5 മില്യൺ യൂറോ ബൈ ഓപ്ഷൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ബയൺ മ്യൂണിക്കിൽ നിന്ന് ഡാനിയൽ പെരറ്റ്സ് ഇതാ ഇംഗ്ലീഷ് ക്ലബിലേക്ക് സതാംപ്ടണിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൂയിസ് കുയർമെ അദ്ദേഹം സ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു. വെസ്റ്റാമിൽ നിന്ന് സ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു. ഡീല് ഏതാണ്ട് കംപ്ലീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വരും. പെർമനൻ്റ് ട്രാൻസ്ഫറാണ്. ടോട്ടൽ പാക്കേജ് 17 മില്യൺ യൂറോയുടേതാണ്. ആഡ് ഓൺസ് ഇൻക്ലൂഡഡ് ആണ്. വെസ്റ്റാം അതോടൊപ്പം തന്നെ ഓൾസോ ഹാവ് എ സെൽ ഓൺ ക്ലോസ്. വെസ്റ്റാം വിൽ ഓൾസോ ഹാവ് എ സെൽ ഓൺ ക്ലോസ്. അങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ ഇപ്പോൾ പൂർത്തിയാക്കാൻ പോകുന്നത്. അതേസമയം കൺഫേംഡായ ഒഫീഷ്യൽ പ്രഖ്യാപിച്ച ഒരു വാർത്ത, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന റൂമറാണ്. അതിപ്പോൾ ഒഫീഷ്യലായി എന്നുള്ളതാണ്. ആസ്റ്റൺ വില്ല ബ്രസീലിൽ നിന്ന് 19-കാരനായിട്ടുള്ള വിങ്ങർ ആലിസണെ സ്വന്തമാക്കിയിരിക്കുന്നു. ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രമിയോയിൽ നിന്നാണ് ഈ വിങ്ങറെ അവരെത്തിക്കുന്നത്. 10 മില്യൺ യൂറോയുടെ ഡീലാണ്. പ്ലസ് 2 മില്യൺ യൂറോ ആഡ് ഓണും ഉണ്ടാകും. അതുപോലെ തന്നെ ബ്രണ്ണൻ ജോൺസൻ്റെ കാര്യം, ക്രിസ്റ്റൽ പാലസിലേക്ക് അദ്ദേഹം എത്തുകയാണ്. സോ പേഴ്സണൽ ടേംസും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കലിൻ്റെ ഒരു ഭാഗവും കഴിഞ്ഞു എന്ന് ഫബ്രീസിയോ അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 33.5 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടാണ് ടോട്ടനാമിന് ഇവിടെ ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ഇത് വളരെ വളരെ അധികം മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറാണ്. അതോടൊപ്പം തന്നെ ടാറ്റി കസ്റ്റയോനസിനെ ലാസിയോയിൽ നിന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടി വെസ്റ്റാം ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അർജൻറ്റീൻ സ്ട്രൈക്കർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഫബ്രീസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാത്യു മൊററ്റോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം വാലന്റീൻ കർബോണിയുടെ കാര്യമാണ്. അദ്ദേഹം റേസിംഗ് അവല്ലൈനഡയിലേക്ക് ലോണിൽ പോകാൻ വേണ്ടി പോകുന്നു. ഇന്റർ മിലാനിൽ നിന്ന് അർജൻറ്റീനയുടെ ഭാവി താരമായിട്ട് കണക്കാക്കപ്പെടുന്ന വാലന്റീൻ കർബോണി മൂവ് ചെയ്യുന്നു എന്നർത്ഥം. റേസിംഗിൻ്റെ പ്രസിഡൻറ്റ് ഡിയേഗോ മിലീറ്റോ ഡയറക്റ്റ് ടോക്ക് നടത്തിയിട്ടുണ്ട് കർബോണിയുമായിട്ടും. അതുപോലെ തന്നെ ഇൻ്ററുമായിട്ടും ഇൻ്ററിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഹാവിയർ സനേറ്റിയുമായിട്ടുമൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ ഡീല് അധികം വൈകാതെ നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ AS റോമ ഇപ്പോൾ
ജിയാക്കോമോ റാസ്പഡോറിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫൈനൽ അഗ്രിമെൻറ്റിലേക്ക് എത്താൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനീഷ്യൽ ലോണായിരിക്കും, പിന്നെ ഒരു ബൈ ഓപ്ഷൻ കൂടി ഇൻക്ലൂഡ് ആവുന്ന രൂപത്തിലായിരിക്കും ട്രാൻസ്ഫറിൻ്റെ ടേംസ് ഉണ്ടാവുക. എന്തായാലും ഇനി തീരുമാനമാവേണ്ടത് റാസ്പഡോറിയുമായിട്ടുള്ള പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ സെമന്യോയുടെ കാര്യത്തിലാണ്. അത് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരുള്ളത്. സിറ്റി അതിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത വരുന്നത് ഫാരൻറ്റീന ഇപ്പോൾ മാനോർ സൊലോമനെ അവർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ മെഡിക്കൽസ് കഴിഞ്ഞിട്ടുണ്ട്. ലോൺ ഡീലാണ്. 10 മില്യൺ യൂറോയും അതുപോലെ തന്നെ പ്ലസ് ബൈ ഓപ്ഷനും ഉണ്ടാവും, ബൈ ഓപ്ഷൻ ക്ലോസ് ഉണ്ടാവും. അപ്പോൾ സ്പേഴ്സിൽ നിന്ന് അദ്ദേഹത്തെ മാനോർ സൊലോമനെ സ്വന്തമാക്കാൻ വേണ്ടി ഫാരൻറ്റീന മുന്നോട്ട് പോയിരിക്കുന്നു എന്നർത്ഥം. സോ അങ്ങനെ നിരവധി വാർത്തകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാത്ത നീക്കങ്ങൾ, ഇപ്പോൾ ഗാബിഗോളിനെ സാൻഡോസ് സ്വന്തമാക്കുന്നു എന്നുള്ള വാർത്ത ബ്രസീലിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകൾ എന്തായാലും ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.